ശബരിമലയിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചകളുണ്ടായ പശ്ചാത്തലത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം വകുപ്പ് മന്ത്രിയും രാജിവെക്കണമെന്ന് ബിജെപി ആവശ്യപ്പെടുകയാണ്. ശബരിമലയിലെ സ്വത്തുക്കൾ കാണാതായിട്ടുള്ള കാര്യം ലാഘവ ബുദ്ധിയോടുകൂടിയിട്ടാണ് ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നത്. ശബരിമല അയ്യപ്പന്റെ സ്വർണ്ണപ്പാളികൾ, അതിന്റെ ഇരിപ്പിടം, ഇതെല്ലാം കാണാതായ വാർത്തകൾ കുറേ ദിവസങ്ങളായി നമ്മുടെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. പക്ഷെ ഇപ്പോഴും ഈ കാര്യത്തെക്കുറിച്ച് അങ്ങേയറ്റം ലാഘവത്തോടുകൂടിയാണ് മുഖ്യമന്ത്രിയും ഈ സർക്കാരും പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ശബരിമല ക്ഷേത്രത്തിന്റെ പരിപാവനത തകർക്കാൻ, ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കുവാൻ ഈ സർക്കാരിനെ കൊണ്ടും ദേവസ്വം ബോർഡിനെ കൊണ്ടും കഴിയില്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് വാർത്തകൾ പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രി കാണിക്കുന്ന മൗനം അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികളുടെ മനസ്സിൽ തീക്കോരിയിടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇതിനെ സംബന്ധിച്ച് പ്രതികരിക്കാത്തത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങേയറ്റം ലാഘവത്തോടു കൂടിയാണ് സർക്കാർ ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. പ്രോപ്പറായിട്ടുള്ള അന്വേഷണം പോലും ഇതേവരെ നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നു എന്നാണ് ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി പറയുന്നത്. പക്ഷെ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് മാത്രം അന്വേഷിക്കേണ്ട വിഷയമല്ലല്ലോ ഇത്. ഇതിന് പുറകിലൊരു ക്രിമിനൽ കോൺസ്പിറസി ഉണ്ടല്ലോ. ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ടു പോയത് അത് യാദൃശ്ചികമായിട്ടുള്ള സംഭവമല്ല. അതിന് പുറകിൽ ഒരു വലിയ റാക്കറ്റ് ഉണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ റാക്കറ്റിന് സർക്കാരുമായിട്ടും CPM-ഉമായിട്ടും ബന്ധമുണ്ട്. ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇതിനെ സംബന്ധിച്ച് ഒരു വിവരവും പുറത്തു വരാതിരുന്നത്? ഒരു അന്വേഷണവും നടക്കാത്തതുകൊണ്ടാണ്. അപ്പൊ ദേവസ്വം വകുപ്പിനും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും ദേവസ്വം ബോർഡ് മന്ത്രിക്കും CPM-നും എല്ലാവർക്കും അറിവുള്ള ഒരു കാര്യമാണ്. ആരൊക്കെയാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നുള്ളത് മാത്രമാണ് ഇതിനെ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടത്. അതുകൊണ്ടാണ് ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡും തൽസ്ഥാനം രാജിവെക്കണം എന്ന് BJP ആവശ്യപ്പെടുന്നത്. ശബരിമല അയ്യപ്പന്റെ ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളികൾ സംരക്ഷിക്കാൻ കഴിയാത്ത ദേവസ്വം ബോർഡിൽ എങ്ങനെയാണ് അയ്യപ്പ വിശ്വാസികൾ വിശ്വാസമർപ്പിക്കുക? എന്തുറപ്പാണ് അയ്യപ്പ വിശ്വാസികൾക്ക് ഈ ദേവസ്വം ബോർഡിന് കൊടുക്കാൻ സാധിക്കുന്നത്? നാളെ ആരെങ്കിലും വന്ന് വിഗ്രഹം അങ്ങനെ തന്നെ അടിച്ചോണ്ട് പോയാൽ ആര് സമാധാനം പറയും? ഇക്കണക്കിന് അതും സംഭവിക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ദേവസ്വം വകുപ്പിനും ദേവസ്വം ബോർഡിനും ഇതിൽ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മന്ത്രിയും അവരിപ്പോ കൈകഴുകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവരറിവില്ലാതെ ഈ കാര്യങ്ങൾ നടക്കുമോ? അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അനുവാദത്തോടു കൂടിയാണല്ലോ ഇത് എടുത്തുകൊണ്ടുപോയത്. അത് തിരികെ അവിടെ വന്നിട്ടില്ല എന്നുള്ളത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയില്ലേ? തൂക്കത്തിൽ കുറവുണ്ട് എന്ന് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? സ്വാഭാവികമായിട്ടും ഒരു സാധനം നന്നാക്കാൻ കൊടുത്താൽ തിരിച്ചു കൊണ്ടുവരും ഒരു പരിശോധന ഉണ്ടാവില്ല. നാട്ടിൽ നടക്കുന്ന നീതിയല്ലേ, നിയമമല്ലേ, ഒരു മര്യാദയല്ലേ, സാമാന്യയുക്തിയല്ലേ? ഇങ്ങനെ ഒരു പരിശോധനയൊന്നും ശബരിമലയിൽ ഉണ്ടായിട്ടില്ലേ? അന്നത്തെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലേ? അപ്പൊ ഇതെല്ലാം അങ്ങേയറ്റം ദുരൂഹമാണ്. ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറയുന്ന ഒരു വിശദീകരണവും തൃപ്തികരമായിട്ടുള്ള വിശദീകരണമല്ല. ഓരോ വിശദീകരണവും പുതിയ പുതിയ ദുരൂഹതകൾ ഉണ്ടാക്കുകയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ടല്ലോ, ആ കഥാപാത്രത്തെ എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇൻവോൾവ് ആക്കിയത്? ആരാ ഇൻവോൾവ് ആക്കിയത്? അദ്ദേഹത്തിന് എന്താ റോളുള്ളത്? അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണോ? ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായിട്ടുള്ള ഉത്തരവില്ല. ശബരിമല ക്ഷേത്രത്തിന്റെ സംരക്ഷണം എന്നുള്ളത് ദുരൂഹമായി നിൽക്കുകയാണ്.
ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അയ്യപ്പന്റെ സ്വത്തുക്കൾ, ശബരിമല ശാസ്താവിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ദേവസ്വം ബോർഡിനോ ദേവസ്വം വകുപ്പ് മന്ത്രിക്കോ കഴിയുന്നില്ല എന്ന് പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവർ രാജിവെക്കണം എന്ന് BJP ആവശ്യപ്പെടുന്നത്. രണ്ടാമത്, ഈ സംഭവം നടക്കുമ്പോൾ അന്ന് ചുമതലയിലുണ്ടായിരുന്ന ബോർഡും പ്രസിഡന്റും ദേവസ്വം വകുപ്പിന്റെ മന്ത്രിയും, അന്നത്തെ മന്ത്രി, അവർക്കെതിരായിട്ട് കേസെടുക്കണം. കാരണം അതിലെ പ്രാഥമിക ഉത്തരവാദികൾ അവരാണ്. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ സ്വത്തുവകകളുടെയും കസ്റ്റോഡിയൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. സ്വത്തുവകകൾ സംരക്ഷിക്കേണ്ട ബാധ്യത ദേവസ്വം ബോർഡ് പ്രസിഡന്റിനാണുള്ളത്. ആ ദേവസ്വം ബോർഡ് നിയന്ത്രിക്കുന്ന ദേവസ്വം മന്ത്രിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡിനെ നിയന്ത്രിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ദേവസ്വം വകുപ്പ് മന്ത്രിക്കുമെതിരായിട്ട് ക്രിമിനൽ ഗൂഢാലോചനക്ക് കേസെടുക്കേണ്ടതാണ്. കേസെടുക്കാൻ വേണ്ടി തയ്യാറാവണം. അതല്ലാതെ അവരെ വെള്ളപൂശുന്ന സമീപനം എന്താണ്? പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ പ്രസ്താവന വായിക്കുമ്പോൾ എന്തൊരു നിഷ്കളങ്കമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ കാലത്താണല്ലോ ശബരിമലയിലെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടായത്. ശബരിമലയിലെ എല്ലാ കുഴപ്പത്തിന്റെയും ഉത്തരവാദി അദ്ദേഹമാണല്ലോ. എന്നിട്ട് അദ്ദേഹം വളരെ നിഷ്കളങ്കതയോടുകൂടി ഇപ്പൊ കൈമലർത്തുകയാണ്. അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ട്. അദ്ദേഹം അറിയാതെയാണ് ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് പത്മകുമാറിനും കടകംപള്ളി സുരേന്ദ്രനും എതിരായിട്ട് കേസെടുക്കാൻ തയ്യാറാവണം. ദേവസ്വം ബോർഡ് മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും അവര് രാജിവെക്കാൻ വേണ്ടി തയ്യാറാകണം. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി വിശദീകരണം നടത്താൻ വേണ്ടി തയ്യാറാണ്. മുഖ്യമന്ത്രി എന്തിനാണ് മൗനം അവലംബിക്കുന്നത്?